തിരികെ ചർച്ചയിലേക്ക് ശ്രീ എൻ ശ്രീകുമാർ. ഇവിടെ സർക്കാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമേ പൊതുസമൂഹം ചോദിക്കുന്നുള്ളൂ. അവിടെയൊക്കെ ആ തുറന്ന കത്തിൻ്റെ അവസാനത്തെ ഭാഗമായ ഇത്തരത്തിൽ അതിദരിദ്രരെ ഉന്മൂലനം ചെയ്യുന്ന നടപടികൾ ലാഘവത്തോടുകൂടി കാണാമോ എന്നുള്ള ചോദ്യം അതേ ചോദ്യമായി തിരിച്ചു ചോദിക്കുകയാണ് മന്ത്രി എം പി രാജേഷ്. നിങ്ങൾ ഈ തുറന്ന കത്ത് എഴുതിയതിലൂടെ നിങ്ങൾക്കല്ലേ ലാഘവ മനോഭാവം എന്ന്? അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഡേറ്റ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഇതൊക്കെ അവിടെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള തിരിച്ചുള്ള മറുപടി അല്ലാതെ മറ്റൊന്നും ചൂണ്ടിക്കാട്ടാൻ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശ്രീമതി രോഹിണി, ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ സർക്കാർ എന്താണോ പറയുന്നത് അതങ്ങ് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇതിൻ്റെ ഡാറ്റ ഇവിടെ, ഇതെങ്ങനെ നിങ്ങൾ കണക്കാക്കി എന്നൊക്കെ ചോദിച്ചത് സത്യത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച ഈ ഗവൺമെൻറ്റിനെ തന്നെ ഒരു ഘട്ടത്തിൽ പിന്തുണച്ചവരാണ്. അവരാരും പ്രത്യക്ഷത്തിൽ കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇതരരായ രാഷ്ട്രീയക്കാരോ അല്ല. പലരും CPM ബന്ധമുള്ളവരാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, ഡോക്ടർ KP കണ്ണനെ പോലെ, RBG മേനോനെ പോലെ, അതുപോലെ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, അങ്ങനെയുള്ളവരാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സംശയം ചോദിക്കാൻ പാടില്ല എന്ന് നമ്മുടെ മന്ത്രി MP രാജേഷ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉത്തരവില്ല എന്നുള്ളതാണ്. അതായത് ഈ അതിദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഗവൺമെൻറ് തന്നെ ദാരിദ്ര്യത്തിലല്ലേ? കാരണം PM ശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ 1500 രൂപ ഞങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഒരാഴ്ച മുമ്പ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അതിദരിദ്രമായ ഒരു ഗവൺമെൻറ് അതിദരിദ്രരില്ലാത്ത ഒരു കേരളം എന്ന് പറയുമ്പോൾ അതാരും വിശ്വസിക്കില്ല. നേരെ മറിച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവന്നു, അതിദരിദ്രരുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ശരിയാകും. ഒന്നാമത്തെ കാര്യം, ഇതൊരു പുതുമയുള്ള വിഷയമേ ഒരു പദ്ധതിയേ അല്ല. 2000 ഇത് സംബന്ധിച്ചൊരു തർക്കം വന്നു. അതായത് എത്ര അതിദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര പേർ കേരളത്തിലുണ്ട്. അന്ന് UDF അധികാരത്തിൽ വന്നു. അന്ന് AK ആൻ്റണി ഒരു പദ്ധതി ഉണ്ടാക്കി, ആശ്രയ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കി. ആ ആശ്രയ പദ്ധതി പ്രകാരം ഇന്നത്തെ പോലെ തന്നെ അന്ന് കുടുംബശ്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവേ നടത്തി. ആ സർവേ പ്രകാരം 6 ലക്ഷത്തോളം പേര് അതിദാരിദ്ര്യാവസ്ഥയിൽ കേരളത്തിൽ കഴിയുന്നത് കണ്ടെത്തി. അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതി അന്ന് ആൻ്റണി ഗവൺമെൻറ് ആവിഷ്കരിച്ചു. ഒരു മഹാനടനെയും കൊണ്ടോ ഒരു സൂപ്പർ സ്റ്റാറിനെയും കൊണ്ടോ അന്ന് ഉദ്ഘാടനം ചെയ്യിച്ചില്ല. ഇപ്പം നാളെ ഈ അതിദരിദ്രം ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറയാൻ വേണ്ടി വരുന്നത് 3 സൂപ്പർ സ്റ്റാറല്ലേ, കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും. അവർക്ക് ഇത് വല്ലതും അറിയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. എങ്കിൽ പിന്നെ ഈ നടന്മാരെ കൊണ്ടുവന്ന് അത് ആഘോഷമാക്കി മാറ്റുക. അപ്പം നടന്മാരെ കാണാൻ വേണ്ടി ഒരുപാട് പേർ വരും. അപ്പോൾ ആ നടന്മാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ഇവർ പബ്ലിസിറ്റി ആക്കും. സത്യത്തിൽ അതൊരു PR വർക്കാണ്. ഇപ്പം നാളെ വരുന്ന നടന്മാരെന്താ പറയുക, കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി വളരെ പ്രശംസാർഹമാണ്, ഈ ഗവൺമെൻറ് അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ പിറ്റേന്നത്തെ പാർട്ടി മുഖപത്രത്തിലെ ഹെഡിങ് എന്താ? കേരള ഗവൺമെൻറ്റിനെ പ്രശംസിച്ച് മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസൻ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ടൊന്നും അതിദാരിദ്ര്യം തീരില്ല. ഇന്ന് ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു പാലക്കാടുള്ള ഒരു ഗവേഷകൻ, അദ്ദേഹം പറയുന്നത് കേട്ടു, അദ്ദേഹത്തിൻ്റെ ഊരിൽ പണിയ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇന്നേ വരെ ആരും കടന്നു ചെന്നിട്ടില്ല. പക്ഷേ ഇന്നലെ എങ്ങാണ്ട് ഇന്ന് അവർക്കൊരു കിറ്റ് കൊണ്ട് കൊടുത്തു എന്ന്. അപ്പോൾ ഈ കിറ്റ് ഇന്ന് മാത്രമാണോ നാളെ കിട്ടുമെന്ന് അവർക്കറിയില്ല. പക്ഷേ അവിടെ പോയിട്ട് ഇവരുടെ സർവേ എടുക്കാൻ ആരും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെങ്ങനെയാണ് ഈ സർവേ എടുത്തതെന്നുള്ള ഒരു സാധാരണ ചോദ്യമാണ് ഇടതുപക്ഷ ചിന്തകർ, കോൺഗ്രസ്സുകാരല്ല ചോദിച്ചത്, ഇടതുപക്ഷ ചിന്തകരാണ് ചോദിച്ചത്. എങ്ങനെയാണെന്ന് ചോദിച്ചു ഗവൺമെൻറ്റിനോട്. ഗവൺമെൻറ് എന്താ ഉത്തരം പറയാത്തത്? ഇവർ ഈ വിഷയം, ഈ അതിദാരിദ്ര്യമുക്തം എന്നുള്ള ആ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് 1-2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവരെന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന രീതിയിലാണ് ഇത് കണക്കാക്കിയെന്ന് പറയാത്തത്? ഇവിടെ CPMൻ്റെ പ്രതിനിധി ശ്രീ രവിശങ്കർ കുറേ കണക്കുകൾ പറഞ്ഞല്ലോ. ഈ കണക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ത്രിതല പഞ്ചായത്തിൽ ഇങ്ങനെ ഓരോ പഞ്ചായത്ത് ഇങ്ങനെ നോക്കുന്നു, ശേഖരിക്കുന്നു, കുറച്ച് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഷൊർണൂരിലെ CPM MLA മമ്മൂട്ടിക്ക് നമ്മുടെ മന്ത്രി പറഞ്ഞ ഒരു കണക്കനുസരിച്ച് 5 ലക്ഷത്തിലധികം പേര് അതിദാരിദ്ര്യത്തിൽപ്പെടുന്നവരുണ്ട്. അതെങ്ങനെ പെട്ടെന്ന് 64,000 ആയത്? അപ്പോൾ 64,000 പേരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയുള്ളൂ. കാരണം ഗവൺമെൻറ് ദരിദ്രമാണ്.
അപ്പോൾ ആ ദരിദ്ര സംവിധാനമുള്ള ഗവൺമെൻറ് ധനസ്ഥിതി മോശമാണ്, കേരളത്തിലെ ധനസ്ഥിതി മോശമാണെന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ദരിദ്രാവസ്ഥയിലുള്ള ഒരു ഗവൺമെൻറ്റിന് 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ 64,000 തിരഞ്ഞെടുക്കുക. എന്നിട്ട് 64,000 എന്ന് പറയുന്നതിന് പകരം 64,006, എന്ത് കൃത്യമായ കണക്ക്, 64,006. ഇത്രയുള്ളൂ നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്നവരെ. ഇത് അഗതികളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണോ അവര്? ഇനി അതൊക്കെ പോട്ടെ, ഈ ശരാശരി മനുഷ്യരിലില്ലേ ശ്രീമതി രോഹിണി അതിദാരിദ്ര്യമുള്ളവരെ? ഷർട്ടും പാൻറ്റും ഇട്ട് നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ശമ്പളം കിട്ടാത്തവരുണ്ട്, ജോലി കിട്ടാത്തവരുണ്ട്, വീട്ടിൽ അടുപ്പ് പുകയാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ലേ? ഇവർ ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഇതുവരെ വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല. അവർ പറയുന്നത് ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തൊഴിലില്ലാത്ത കേരളമായില്ലേ ഇവിടെ? 10 വർഷമായിട്ട് കേരളത്തിൽ തൊഴിലില്ലായ്മയല്ലേ? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? അതിവർക്ക് കണക്കില്ല. 2.5 ലക്ഷം, ഇത്ര 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന ഇപ്പം 6 മാസം ഇനി തികച്ചില്ല. അപ്പോൾ ഇവരിപ്പോൾ അതിദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നാൽ തന്നെ 3-4 മാസം കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വന്നിട്ട് UDF ജയിച്ചാലും മറ്റേ LDF ജയിച്ചാലും അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് മറക്കാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 2021 കിറ്റ് കൊടുത്തു. അന്നത്തെ പ്രത്യേക രോഗ സാഹചര്യത്തിൽ കോവിഡ് കിറ്റ് കൊടുത്തു. ആ കിറ്റ് ഇവരെന്ത് ചെയ്തു? അധികാരത്തിൽ വന്നപ്പോൾ 2 മാസം കൂടെ കൊടുത്തു. മെയ്യിലായിരുന്നു തെരഞ്ഞെടുപ്പ്, ജൂൺ ജൂലൈ 2 മാസം കൊടുത്തു. ആഗസ്റ്റ് ആയപ്പോൾ ഓണം വന്നു. ഓണം വന്നപ്പോൾ ഓണക്കിറ്റാക്കി മാറ്റിയിട്ട് പിന്നെ കിറ്റങ്ങ് നിർത്തി. ആരെങ്കിലും ചോദിച്ചോ? ഇവർ 2,500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. അത് ഈ അവസാന കാലം വരെയാക്കിയില്ല. ഇപ്പോഴാണ് 400 രൂപ കൂട്ടിയത്. ആരെങ്കിലും അന്വേഷിച്ചോ? ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ഷേമ പദ്ധതി ഇപ്പം മുടങ്ങി കിടക്കുക മാസങ്ങളായിട്ട്. ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മറക്കും. അപ്പം നാളെ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും വരുമ്പോൾ കിട്ടുന്നൊരു പബ്ലിസിറ്റി ഉണ്ട്. മിനിയാന്ന് നടത്തിയൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ. അതായത് 1000 രൂപ, 2000 രൂപ, 3000 രൂപ, എല്ലാ വീട്ടുകാർക്കും 1000 രൂപ, കുട്ടികൾക്ക് 1000 രൂപ, അങ്ങ് വാരി വെതറുകയാണ് പൈസ. എന്നിട്ട് അതിൻ്റെ ഒരാഴ്ച മുമ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, കേന്ദ്രം ഒരു 1450 രൂപ കിട്ടാൻ വേണ്ടി ഒരു ഒപ്പിട്ട് കൊടുത്തു, അതിന് CPI സഹായിക്കണം എന്ന് ഒരു ദയനീയ സ്വരം നമ്മൾ കേട്ടതല്ലേ? അങ്ങനെയുള്ളൊരു നാട്ടിലെ അതിദരിദ്ര മുക്തം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കണം. മുക്തം എന്ന് പറയുന്നതിന് പകരം അത് കുറച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാം. ഇനി അതുമാത്രമല്ല, ഈ ആശ്രയ പദ്ധതി AK ആന്റണി കൊണ്ടുവന്ന ആശ്രയ പദ്ധതി അത് ഉമ്മൻചാണ്ടിയും തുടർന്നു, ഗവൺമെൻറ് തുടർന്നു, അച്യുതാനന്ദൻ തുടർന്നു. അതിനുശേഷം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ പേര് ദാരിദ്ര്യ ലഘൂകരണ മിഷൻ എന്തോ പറഞ്ഞാക്കി. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഇതൊറ്റ പേരാ. അപ്പോൾ അത് പേര് മാറ്റിയവർ ഇങ്ങനെ പേര് മാറ്റി കൊണ്ടുവന്നിട്ട് അത് അതിദാരിദ്ര്യം ഇല്ലാത്തവരുടെ ഒരു നാടെന്ന് പറയുമ്പോൾ നാളെ ഒരു പ്രഖ്യാപനം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളോട് ഇവർക്കൊരു പ്രതിബദ്ധതയില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പബ്ലിസിറ്റിയിൽ മാത്രമാണോ അഭിരമിക്കുന്നത്? നാളെ കിട്ടുന്നൊരു പബ്ലിസിറ്റിയാണോ ഇവർക്ക് വലുത്? ഈ മോഹൻലാലിനെ മമ്മൂട്ടിയെ ക്ഷണിച്ചവരെ സത്യത്തിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സത്യാവസ്ഥ അറിയാം. പക്ഷേ ക്ഷണിക്കുന്നത് ഗവൺമെൻറ് അല്ലേ, മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ ശ്രീമതി രോഹിണി നോക്കിക്കോളൂ. നാളത്തെ ആ നടന്മാരെന്തായാലും നല്ല കാര്യമല്ലേ പറയുള്ളൂ. ഗവൺമെൻറ്റിനെ പോഴ്ത്തും, പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് പ്രശംസിക്കുകയും ചെയ്യും. അത് മതി അവർക്ക്. പക്ഷെ അതുകൊണ്ട് ജനങ്ങളുടെ പട്ടിണി മാറില്ല. ഞാൻ ഈ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഒരു ശരാശരി മനുഷ്യൻ്റെ പട്ടിണി അത് ആരാ കാണുന്നേ? ശരാശരി മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പം ജീവിക്കുന്ന ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞത് ആരാ? ഈ KP കണ്ണനും ഡോക്ടർ രാമൻകുട്ടിയും അതുപോലെ മറ്റേ RVG മേനൻ ഉൾപ്പെടെയുള്ളവരല്ലേ പറഞ്ഞത്? അവരൊക്കെ ഇടതുപക്ഷ ചിന്താഗതിക്കാരല്ലേ? അവരാ ചോദിച്ച ആശാ വർക്കർമാരെ ഇതിൽ പെടുന്നവരാണോ? നിങ്ങളിത് എങ്ങനെ കണ്ടെത്തി? ഇതിനിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ CPM ആണ് ഭരിക്കുന്നത്, അവരുടെ ആളുകൾ കണ്ടെത്തിയാണോ 64,000 പേര്? ഇതൊക്കെ ആരന്വേഷിക്കുന്നത്? എവിടെയാണ് 64,000 പേര്? ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഏത് ഊരിലാണ് ഇവർ കൃത്യമായി പോയത്? ഏത് ആദിവാസി ഊരിലാണ് ഇവർ പോയിട്ടുള്ളത്? അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ റേഷൻ കൊടുക്കുന്നവർ, ആ റേഷൻ കിട്ടുന്ന ഒരു 4-5 ലക്ഷം പേരുണ്ട്. അപ്പോൾ കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് നാളെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ കേന്ദ്രം പറയില്ലേ, ദാരിദ്ര്യം ഇല്ലാത്ത നാടല്ലേ, എങ്കിൽ പിന്നെ ആ മഞ്ഞക്കാട് അതങ്ങ് മാറ്റാൻ ധരിച്ചാൽ ആ 5 ലക്ഷം പേർക്ക് പട്ടിണിയാവില്ലേ?
ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. ഇവരുടെ ധാരണ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഇതൊക്കെ കേട്ട് വോട്ട് ചെയ്യുന്നതാണ്. ഇത് വോട്ടിന് വേണ്ടിയുള്ള ഒരു വെറുതെ ഒരു സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ വോട്ട് കിട്ടാനുള്ള ഒരു പ്രഖ്യാപനം എന്നതിൽ കവിഞ്ഞ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയില്ല. ഇത് സത്യസന്ധമല്ല, ഇത് സുതാര്യമല്ല. ഇവർ പറയുന്നത് ഗവൺമെൻറ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ മറിച്ച് പറയാൻ അധികാരി സ്ഥാനം കേരളത്തിലില്ല. മറിച്ച് പറയേണ്ടവരാണ് ഇന്നലെ പറഞ്ഞ 10-20 പേര് ഒക്കെ സാമ്പത്തിക വിദഗ്ധരാണ്, സാമൂഹ്യ നിരീക്ഷകരാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിയെ വർഷങ്ങളായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന CDT പോലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന കൃത്യമായിട്ട് അവഗാഹമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ 64,000 പേരെ നിങ്ങൾ കണ്ടെത്തി? അതിൻ്റെ ഡാറ്റ എവിടെ? അതിൻ്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണോ ചോദിക്കുന്നത് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാനാണ്? അപ്പോൾ അതുകൊണ്ട് നാളെ ഉദ്ഘാടനമാണെങ്കിലും ഇന്നും ഇന്നലെയായിട്ട് ജനത്തിന് മനസ്സിലായി ഇതിവർ ഗവൺമെൻറ് കൊണ്ടുവരുന്ന വോട്ട് കിട്ടാനുള്ള ഒരു തത്രപ്പാടാണ്. അല്ലാണ്ട് അതിദാരിദ്ര്യമുക്തം എന്നുള്ളത് കേരളത്തിൽ സാധ്യമല്ലെന്ന് മാത്രമല്ല, ശരാശരി മനുഷ്യൻ്റെ ശമ്പളം കിട്ടാത്ത, പെൻഷൻ കിട്ടാത്ത, ശരാശരി മനുഷ്യൻ്റെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ്റെ, പഠിക്കാൻ കാശില്ലാത്ത ആളുടെ, ഒരു നേരത്തെ കഞ്ഞി വെക്കാൻ വീട്ടിൽ അടുപ്പ് പുകയാത്തവരുടെ ഒക്കെ അങ്ങനെയുള്ള കുറേ പേരുണ്ട് ഈ നാട്ടിൽ. അവരുടെ കാര്യം എന്തായാലും പറയാത്തത്? അപ്പോൾ അവരുടെയൊക്കെ ശരിയായി, അതൊക്കെ എല്ലാം കൃത്യമായി. LDF വന്നു, അവരൊക്കെ ശരിയാക്കി. ബാക്കിയുള്ളവരെന്നാ പറയുന്നത്? നിങ്ങൾ നോക്കൂ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ PSC നോക്കിയിരിക്കുക. PSCയിൽ നിയമനമില്ല, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിയമനമില്ല, പിൻവാതിലിൽ കൂടെ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളെ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും പ്രസംഗിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരെ ഉള്ളതിൻ്റെ കാര്യം. ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല, പറയുകയുമില്ല. അതിന് ഉദാഹരണങ്ങൾ മുമ്പുണ്ട്. പ്രകടനപത്രിക പറയാത്ത കേരളയിൽ കൊണ്ടുവന്നിട്ട് എവിടെയെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ പ്രകടനപത്രിക കൊണ്ടുവരാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, അവസാനത്തെ PM ശ്രീ പദ്ധതി വരെ. അപ്പോൾ ഈ അതിദാരിദ്ര്യം കൊണ്ടുവന്നാൽ LDF ആണോ, അതോ CPM മാത്രമാണോ, അതോ CPM ഒരു വിഭാഗം മാത്രമാണോ? ഇപ്പം അങ്ങനെ പറയണം. കാരണം എനിക്കന്ന് PM ശ്രീ പദ്ധതി കഴിഞ്ഞ ആഴ്ച ഒപ്പിട്ടത് CPM ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ലല്ലോ, CPM സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞില്ലല്ലോ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ലല്ലോ, LDF അറിഞ്ഞില്ലല്ലോ, മന്ത്രിസഭ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ആരുടെ സൃഷ്ടിയാണിത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം എന്നല്ലാണ്ട് യാതൊരു ആത്മാർത്ഥതയും നമ്മളിത് കാണേണ്ട കാര്യമില്ല. അതെ.